മുത്തുമണികളെ എന്താ പാടപ്പന്നേ ഒരു ഉണ്ടമുളക് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളുടെ ഭാഗത്ത് പേര് എന്നൊക്കെ പറയും, ചില ഭാഗത്തിന് മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് എന്തായാലും ഉള്ളത് അതിന്റെ വഴിക്ക് പോകും. അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അറബി പേരില കൊണ്ട് ഉണ്ടമുളക് ഇഷ്ടം പോലെ വരും. പച്ചക്കറി എല്ലാ ഐറ്റം വരും. കിയാറുണ്ട്, ഒരു കോണല്ല, താക്കത്തില്ല, എന്റെ തൊലിയൊക്കെ പോയിക്കണു. എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ ഉണ്ടമുളക് ഞാനിവിടെ എന്ത് ചെയ്തിക്കണു, മൂടൊക്കെ ചെത്തിയിട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള കുരിയൊക്കെ ഫുള്ളായി കളഞ്ഞതിനെ ചിന്തിക്കുക, ഒരു അരിപ്പ പാത്രത്തിൽ ഈ ഉണ്ടമുളക് ഇതേമാതിരി കൗത്തി വെക്കുക. കൗത്തി വെച്ചതിന് ശേഷം അതിൽ ഫുള്ള് വള്ളം മാറുന്ന അതേമാതിരി കട്ട് ചെയ്യുക. പറ്റ കനം കുറക്കും ചിച്ചരുന്ന പറ്റ കനം കൂട്ടും ചിച്ചരുത്. ഈ ലെവലിൽ കട്ട് ചെയ്ത പിന്നെ അതിലേക്ക് എന്ത് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തേക്കാം. സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചിച്ച കുറക്കും ചിച്ച എരിവിനനുസരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളെ അമരക്ക മെഴുക്ക് വരട്ടി തൂമിച്ചാൻ വേണ്ടിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വലിയ ഉള്ളി എടുത്താലും മതി. കജ്ജും കണക്കൊന്നുമില്ല, നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചിച്ച കുറക്കും ചിച്ച എത്ര കൂട്ടി അതിനനുസരിച്ച് തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തിജ്ജണ് കത്തിക്കുക, ചട്ടി അടുപ്പിൽ വെക്കുക. ചട്ടി ചൂടായി വരുന്നതോട് കൂടെ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നതോട് കൂടെ ഒരു 921 കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിപ്പൊരാളെ അവസരം കൊടുക്കുക. എണ്ണം കുറയാതിരിക്കുക, മൂടി വെക്കുന്നത് വളരെ നല്ലതാണ്. അടുപ്പും വൃത്തിയിടാതെ. പിന്നെ എന്ത് ചെയ്യാൻ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചെറിയ ഉള്ളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് ഫുള്ളായി പൊട്ടി പൊന്തി പാറിയതിന് ശേഷം കേട്ടോ ചട്ടിയിലിട്ട ചെറിയ ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അതിലേക്ക് ഊരി മാറ്റി വെച്ച 33 മുന്തിയ വേപ്പിന്റെ മുക്കാൽ മൂപ്പോട് കൂടിയത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആ ടൈമിൽ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്യാൻ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുക, അതായത് ഉണ്ടമുളക്. എന്നിട്ട് നന്നായിട്ട് ചെറിയ നിലക്ക് ഇങ്ങനെ വെച്ച് കൂട്ടി യോജിപ്പിക്കുക. നല്ല ശ്രദ്ധിക്കണം, കൂടുതൽ സ്പീഡ് കൂടാനും പാടില്ല, ചട്ടി നിന്നൊരു ചകരം പുറത്തു പോകാനും പാടില്ല. ചട്ടി കുറച്ച് വലുപ്പം കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും കുറച്ച് ഞാൻ തീരുമാനമാവും. ഇന്ന് ആവി തട്ടിക്കഴിഞ്ഞാൽ ചട്ടി തന്നെ വലുപ്പധികമാണ്. വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി വരക്കരുത്. ഞാൻ അളക്കണത് നല്ല ശ്രദ്ധിച്ചോളൂ. ചട്ടിയുടെ അരിവ് കൂടെ ഇട്ടിട്ട് നടുവെന്ന് ഇങ്ങോട്ട് പൊക്കുകയാണ്. ഇതേമാതിരിയാണ് നമ്മൾ അളക്കേണ്ടത്. ഈ ഉടയുന്ന ഐറ്റംസുകളൊക്കെ ഇങ്ങനെ അളക്കി കഴിഞ്ഞാൽ ഒട്ടാതി ഉടയതും കിട്ടും. ഇപ്പൊ ഒരു ക്യാപ്സിക്കന്റെ പീസ് ഉള്ളിൽ കുണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അടുപ്പൊക്കെ നല്ല വൃത്തിയാണ്, നേരായിക്കാൻ എടുത്തിട്ടാൽ മതി. ഇതേമാതിരി ഇങ്ങനെ അളക്കിയിട്ട് അടിയിലുള്ള ചെറിയ ഉള്ളിയും വേപ്പിന്റെയും കടുകും ഒക്കെ പാടെ മേലേക്ക് കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 300 സെക്കൻഡ് കൊണ്ട് ഒരു പകുതി വേവില് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറബിപ്പല കൊണ്ട് ഈ സാധനം കണ്ടമാനം വരും. ചില ടൈമിൽ തട്ടി തടഞ്ഞത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് കൂട്ടുകാർക്കാർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പൊ അത് തെറ്റാണ്. വില മുതലേ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റൂല. ചോറ് മജ്ബൂസി ആ സാധനങ്ങളൊക്കെ ആർക്ക് കൊടുത്താലും മലമളി കുഴപ്പമില്ല. എന്തായാലും 300 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കോലത്തിലായിട്ടുണ്ട്. ഇല്ല ഇനി ഒന്നും കൂടി വേവിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി വേവിക്കുക. ശരിക്കും ഇതിന്റെ ഏകദേശം വേവ് ഇതാണ് പാകം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തന്നത് അഞ്ചട്ടിയ കൊണ്ട് ഇത് എന്തായി തീരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനത് ചേർക്കണില്ല, സാധാരണ ഞാനത് ചേർക്കലുണ്ട്. എന്നിട്ട് എന്ത് വെച്ചാൽ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ ചട്ടിനെ എത്രയും പെട്ടെന്ന് മാറ്റി അത്രയും തന്നു. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പീച്ചിത്തേക്കാരം, ചളി ചവിട്ടിയും മാരിയേക്കാരം. പിന്നെ അതൊന്നിനും പറ്റൂല. എന്നൊരു നീരിങ്ങനെ വരും. ഈ ഉണ്ടമുളക് തന്നെ അത്യാവശ്യം നീരുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാം. അപ്പൊ ഞാനിതൊരു വെള്ള പ്ലേറ്റിക്ക് വിളമ്പുകയാണ്. ഇനി ഒന്നും കൂടി ചട്ടിയിൽ വെച്ച് എന്താ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ചുങ്ങി കിട്ടും. അപ്പോഴും വേറെ ടേസ്റ്റാണ്. സത്യം പറഞ്ഞത് വൈതലങ്ങമായി വേറെ ലെവല. എന്തായാലും ഇപ്പൊ ഇവിടെയൊക്കെ നടക്കുള്ളൂ. നാട്ടിലിപ്പോ എന്തായാലും ഉണ്ടമുളക് വാങ്ങിയിട്ടൊന്നും ഈ പരിപാടി ചുറ്റൂല. അപ്പൊ നമ്മൾ കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയും പള്ളിയൊക്കെ മേത്ത് പിടിച്ചെങ്കിൽ അപ്പൊ എന്താ ശരി, കാണുമ്പോ കാണാം. ബൈ.